ഹായ് ഫ്രണ്ട്സ്, ഒരു സിംഗിൾ ഫേസ് വയറിംഗ് നടത്തുന്ന ഒരു ചെറിയ വീടിന് ആവശ്യമായ 8 DB എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഷാൻ പവർ മീഡിയയുടെ വീഡിയോ. ഹൗസ് വയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്കുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ ആൾ എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ഫ്രണ്ട്സ്, 8 DB എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം വയറുകൾ ഓരോന്നായി വേർതിരിച്ച് വയർ ടൈ അടിച്ച് ക്ലിയറായി ചെയ്തിടുക. ഇവിടെ ഞാൻ ന്യൂട്രൽ കണക്ഷൻ വയർ ന്യൂട്രൽ ബാറിലേക്ക് കൊടുത്തിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ന്യൂട്രൽ ഇതുപോലെ കൊടുത്തിടുക. ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എർത്ത് ബാറിലേക്ക് എർത്ത് വയറുകളെല്ലാം യോജിപ്പിച്ച് എർത്ത് ബാറിലേക്ക് ഓരോന്നായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം എർത്ത് ബാറിലേക്ക് എല്ലാ വയറുകളും എർത്തായി വരുന്ന എല്ലാ വയറുകളും എർത്ത് ബാറിലേക്ക് ഇതുപോലെ കൊടുക്കുക. ആദ്യം ന്യൂട്രൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വയറുകൾ ഓരോന്നും നല്ല വേർതിരിച്ച് വയർ ടൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ന്യൂട്രലും അതുപോലെ എർത്തും വേർതിരിച്ച് അതിൻ്റെ ബാറുകളിലേക്ക് കൊടുത്ത് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പ്രകാരം മുറുക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ബെഡ്റൂമിൽ നിന്നായി വന്ന അതുപോലെ ഓരോ ബോർഡിൽ നിന്നും വന്ന മാസ്റ്റർ വയറുകൾ വേർതിരിച്ച് DBയിൽ വെച്ച് ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അത് മാസ്റ്റർ വേർതിരിച്ച് ടൈ അടിച്ച് വേർതിരിച്ചെടുക്കുക. ഇനി ഇതുപോലെ ഇപ്പോൾ ഇവിടെ ഒരു ഐസൊലേറ്റർ, ട്യൂബുള്ള ഐസൊലേറ്റർ വെച്ചിട്ടുണ്ട്. അതുപോലെ MCB 20 amps MCB 6, 10 വിവിധ അളവുകളിലുള്ള MCBകളും വെച്ചിട്ടുണ്ട്. ഇവിടെ ട്യൂബുകൾ ഐസൊലേറ്റർ വെക്കാൻ കാരണം ഞാൻ നിൽക്കുന്ന KSCBയുടെ സെഷനിൽ ELCB പുറത്ത് മീറ്ററിനോടൊപ്പം അഥവാ മീറ്ററിൽ നിന്ന് നേരെ ELCBയിലേക്ക് വരികയും ELCBയിൽ നിന്ന് മെയിൻ സ്വിച്ചിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ELCB പുറത്ത് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കാണാം, ഇൻവെർട്ടർ ഏതെല്ലാം ലോഡുകളിൽ വർക്ക് ചെയ്യണമോ അതിൻ്റെ എല്ലാം വയറുകൾ, ഏതെല്ലാം ബോർഡിൽ നിന്ന് ഇൻവെർട്ടറിൻ്റെ വയർ വരുന്നോ ആ വയറെല്ലാം നമ്മൾ ആദ്യത്തെ ആ MCBകളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ് MCB ഐറ്റംസിൽ. പിന്നീട് നമ്മൾ പവർ 6 amps സോക്കറ്റിനെല്ലാം നമ്മൾ പവർ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വയർ അതിന് കൊടുക്കാറുണ്ട്. ഓരോ ബോർഡിലേക്കും ആ പവറുകൾ മൊത്തം ഒരു MCBയിലേക്കോ 2 MCBയിലേക്കോ ആയിട്ട് നമ്മൾ ഇതുപോലെ കൊടുത്തിടുക. 1.5 വയറാണ് അതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ 2.5 വയർ നമ്മളെ മോട്ടോർ, അതുപോലെ മിക്സി, റെഫ്രിജറേറ്റർ പോലത്തെ പവർ ഐറ്റംസ് വരുന്നത് ലാസ്റ്റ് MCBകളിലേക്ക് കൊടുക്കുക. MCBകൾ കൊടുക്കുമ്പോൾ നമ്മൾ മോട്ടറിനായി 16 amps C കാറ്റഗറിയിൽ പെടുന്ന MCBയാണ് 1 HP മോട്ടറിനെല്ലാം ഉപയോഗപ്പെടുത്താറ്. അതുപോലെ തന്നെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പവർ അതുപോലെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് ഐസൊലേറ്ററിൻ്റെ കണക്ഷനാണ്. ഐസൊലേറ്ററിൻ്റെ കണക്ഷനിൽ ഇന്ന് നമ്മൾ മുകളിൽ കൊടുത്തു, ന്യൂട്രലും ലൈനും കൊടുത്തു.
ഔട്ടിൽ നിന്നൊരു വയറെടുത്ത് ന്യൂട്രൽ ബാറിലേക്ക് നമ്മൾ കോമൺ ആയിട്ടാണ് ന്യൂട്രൽ ഉണ്ടാവുക, ആ ന്യൂട്രൽ ബാറിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കൊടുക്കുക. ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് ന്യൂട്രൽ ലൈന് വരുന്നെടുത്തിട്ട് അതിൻ്റെ ഔട്ടിൽ നിന്ന് ന്യൂട്രൽ ബാറിലേക്ക് കൊടുക്കുക. ഇനി നമ്മൾ ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് ഫേസ് ലൈനെടുത്ത് MCBയുടെ താഴ് ഭാഗത്തായി നമ്മൾ കൊടുക്കുക. ഓരോന്നും ലിങ്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ കൊടുക്കാൻ വേണ്ടി കണക്ടർ ബാർ ഉണ്ടാവും. അതിനേക്കാൾ ഒന്നുകൂടി ബെറ്ററായി തോന്നുന്നത് ഇതുപോലെ വയർ കണക്ട് ചെയ്യുന്നതാവും. ശരിയായി കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ MCBയുടെ സ്ക്രൂ ഭാഗത്ത് അയച്ചതിന് ശേഷം കൊടുക്കുക. കൊടുത്തുകൊണ്ടിരിക്കുന്നത് പവർ ലൈനാണ്. ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് പവർ XMMൻ്റെ വയറെടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീറ്ററിൽ നിന്ന് വരുന്ന വയറ് 6mm ആണ്. അപ്പോൾ 6mm വയറ് കൊണ്ട് മോട്ടർ, അതുപോലെ വാട്ടർ പമ്പ്, മിക്സി പോലത്തെ പവർ ഐറ്റംസിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻവെർട്ടറിൻ്റെ ഇന്നിലേക്കുള്ള ഒരു കണക്ഷനും ഈ MCBയിൽ കൊടുത്തിട്ടുണ്ട്. MCBയുടെ ഔട്ടിലായി കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന വയറ്, അത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ലോഡ് ഏതെല്ലാം MCBക്കാണോ കൊടുത്തിരിക്കുന്നത് ആ MCBയുടെ താഴ്ഭാഗത്തായി ഇൻവെർട്ടറിൻ്റെ ഔട്ട് വയറ് കണക്ട് ചെയ്യുക. നമുക്കറിയാം, ആദ്യത്തെ MCBകളിലാണ് നമ്മൾ ആദ്യം ഇൻവെർട്ടറിൻ്റെ ലോഡ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൊടുക്കുക. പ്രകാരം നമ്മൾ എല്ലാ MCBകളും അതുപോലെ 6ൻ്റെ വയർ ഉപയോഗിച്ച് തന്നെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എല്ലാ വയറുകളും കണക്ട് ചെയ്തു. മോട്ടർ, എർത്ത്, പവർ ഐറ്റംസ്, അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്, ഇന്ന് എല്ലാം നമ്മൾ ഐസൊലേറ്ററിൻ്റെ കണക്ഷൻ, അതുപോലെ എല്ലാ കണക്ഷനും നമ്മൾ സെറ്റ് ചെയ്തു. ഇത് ഞാൻ ചെയ്തതുപോലെ ആവണം എന്നില്ല, ഞാൻ എൻ്റെ ഐഡിയയിൽ ചെയ്തു.
ഇലക്ട്രീഷ്യന്മാരും ഒരു രൂപത്തിലായിരിക്കും ആദ്യം വയറുകൾ കണക്ട് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ മുകളിൽ വരുന്ന അടപ്പുണ്ട്. ഈ DB അടച്ചു വെച്ച് MCB ഐസൊലേറ്റർ മാത്രം പുറത്തേക്ക് കാണുന്ന വിധത്തിൽ നമുക്ക് അതിൻ്റെ പ്ലേറ്റ് ഇട്ട് അടച്ചു. അതിനുശേഷം ഇന്നർ പ്ലേറ്റിൻ്റെ മുകളിലായി ഔട്ടർ പ്ലേറ്റ് ഉണ്ട്. അതോടൊപ്പം അടപ്പ് സ്ക്രൂ ചെയ്ത് അടച്ചു കൊടുക്കുക. ഓരോ DBയും ഓരോ കമ്പനിയുടെ DBയും വിവിധ മോഡലുകൾ ആയിരിക്കും. നമുക്ക് കടയിൽ നിന്ന് DB വാങ്ങുമ്പോൾ ഇഷ്ടപ്പെട്ട മോഡൽ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. വീടിൻ്റെ അകവശത്തായതിനാൽ പെട്ടെന്ന് തുരുമ്പ് വരാത്ത മെറ്റൽ ബോഡിയുള്ള DB സെലക്ട് ചെയ്ത് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇറത്ത് ചിഹ്നം കാണുമ്പോൾ അവിടേക്ക് നമ്മൾ ഔട്ടർ ബോഡിയിൽ നിന്ന് ഇന്നർ ബോഡിയിലേക്ക് വയറ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വല്ല സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.